സംസ്ഥാന സർക്കാരിനെ തകർക്കാൻ പ്രതിപക്ഷവും അവരുടെ പിണിയാളുകളായ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരും കൂടി നടത്തിയ കള്ളപ്രചരണം ഇന്ന് നിയമസഭയിൽ പൊളിഞ്ഞു. കേരള ബാങ്കിന് എന്തോ വലിയ ആപത്ത് വന്നു എന്ന നിലയിലായിരുന്നു മാപ്രകളുടെ വാർത്ത. ഒരു ദിവസം ഉച്ചനേരത്താണ് തലസ്ഥാനത്തെ ഒരു വാർത്താ സിൻഡിക്കേറ്റ് വിതരണ ഗ്രൂപ്പിൽ ഈ വാർത്ത വന്നത്. ഇത് വിശ്വസിച്ചാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ കത്തിക്കയറാനെത്തിയത്. പക്ഷേ സഹകരണ മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ കളം മാറി. കേരള ബാങ്കിൻ്റെ റേറ്റിംഗിന് റിസർവ് ബാങ്ക് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ നിയമസഭയെ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. കേരള ബാങ്കിൻ്റെ റേറ്റിംഗിൽ നബാർഡാണ് മാറ്റം വരുത്തിയത്. 2022-23 സാമ്പത്തിക വർഷത്തെ നബാർഡിൻ്റെ വാർഷിക പരിശോധനയുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിക്രമം മാത്രമാണ് നബാർഡ് വരുത്തിയിട്ടുള്ള മാറ്റം. ഈ റേറ്റിംഗ് വ്യത്യാസം 25 ലക്ഷത്തിലധികം വരുന്ന വ്യക്തിഗത വായ്പകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. നിലവിൽ ഇത്തരം വായ്പകൾ ബാങ്ക് നൽകിയിട്ടുള്ള ആകെ വായ്പയുടെ 3% മാത്രമാണ്. റേറ്റിംഗ് മാറ്റം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും ഇതര സംഘങ്ങൾക്കും കേരള ബാങ്കിൽ നിന്നും വായ്പ നൽകുന്നതിന് ഒരു വിധത്തിലും തടസ്സമാകുന്നില്ല. സംഘങ്ങൾക്ക് നൽകി വരുന്ന കാർഷിക വായ്പ, സംഘാംഗങ്ങൾക്കുള്ള മറ്റ് വായ്പകൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന വായ്പകൾ, സംഘങ്ങൾക്കുള്ള ഓവർ ഡ്രാഫ്റ്റ് വായ്പകൾ, വ്യക്തികൾക്കുള്ള ഭവന വായ്പകൾ തുടങ്ങിയവയെ ഒന്നും റേറ്റിംഗ് മാറിയത് നിലവിൽ ബാധിക്കില്ല. തുടർന്നും മേൽപ്പറഞ്ഞ വായ്പകൾ അനുസ്യൂതം നൽകുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാകുകയുമില്ല. ചെറുകിട സംരംഭ വായ്പയ്ക്ക് നിലവിൽ നൽകി വരുന്ന വായ്പാ തോതനുസരിച്ച് വായ്പ നൽകുന്നതിനും കാര്യമായ തടസ്സമുണ്ടാകുന്നില്ല. ബാങ്ക് പ്രധാനമായി ലക്ഷ്യമിടുന്നത് MSME, LT അഗ്രികൾച്ചർ, സ്വർണ്ണപ്പണയ വായ്പ, ഭവന വായ്പ, സംഘം വായ്പകൾ എന്നിവയ്ക്കാണ്. ഇത്തരം വായ്പകൾക്കും നബാർഡ് റേറ്റിംഗ് ബാധകമല്ലാത്തതിനാൽ റേറ്റിംഗ് വ്യത്യാസം ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളെ കാര്യമായി ബാധിക്കുന്നില്ല. കേരള ബാങ്ക് ഇക്കൊല്ലം 2023-24 സാമ്പത്തിക വർഷത്തിൽ 209 കോടി രൂപ ലാഭത്തിലാണ്. ഇത് കേരള ബാങ്ക് രൂപീകരിച്ച ശേഷമുള്ള ഏറ്റവും കൂടിയ ലാഭമാണ്. MSME വായ്പ, LT അഗ്രികൾച്ചർ വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഭവന വായ്പ, സംഘം വായ്പകൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഉൽപ്പാദന സേവന കച്ചവട മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യാപാര ലോണുകൾ, ഗ്രാമീണ മേഖലയിലെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനും യന്ത്രങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനുമായി ബന്ധപ്പെട്ട KB മിഷനറി വായ്പകൾ, ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ട KB ഹോം സ്റ്റേ ലോണുകൾ, KB കാർ ലോൺ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്കുള്ള ലോണുകൾ എന്നിവ നൽകുന്നതിലൂടെ വായ്പാ പോർട്ട്ഫോളിയോയിലുള്ള മെച്ചപ്പെട്ട പുരോഗതി കൈവരിക്കാൻ ബാങ്കിന് സാധിക്കുന്നതാണ്. തൻവർഷം കാർഷിക വായ്പകൾ നിലവിലുള്ള മൊത്തം വായ്പകളുടെ 24.65% എന്നത് 30% വർദ്ധിപ്പിക്കാൻ ബാങ്ക് പദ്ധതിയിട്ടിട്ടുണ്ട്. മൊത്തം വായ്പകളിൽ 6000 കോടിയുടെ വർധനവ് ലക്ഷ്യമിട്ടിട്ടുണ്ട്. കൂടാതെ നബാർഡ് ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ ഇക്കൊല്ലം പരിഹരിച്ച് റേറ്റിംഗ് മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ ബാങ്ക് നടത്തി വരുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു.